ഹായ് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ഈ വാർഷിക പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഒരുപാട് ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അവർക്ക് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യാൻ അറിയാതെ. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാഷ് ഈ വീഡിയോയിലേക്ക് വന്നറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ 6ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതല്ലേ. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം 6ാം ക്ലാസ്സുകാരുടെ വീഡിയോ അത്. അപ്പോൾ 6ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളിലോട്ടും വീഡിയോ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഷുവർ ആക്കട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും കൂടെ ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ എജു ബോർഡ് തരുന്നുണ്ട്. നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി എന്നറിയോ, നമ്മുടെ താഴെ ലൈവ് ചാറ്റിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ട നോട്ടുകളൊക്കെ ആനുവൽ എക്സാമിൻ്റെ നോട്ടുകളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആ ചോദ്യം എന്താ നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഈ ചോദ്യം ഷുവറാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. ഇത് ഇങ്ങനെയാണ് ആ ചോദ്യം ഉണ്ടാവുക. ഇവിടെ 2 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, 2 ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. എന്താണ് ഭിന്നസംഖ്യ? ആ ബൈ ഉള്ള നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. 3/8, 7/20. ഇങ്ങനെ ഇടയിൽ 2 നമ്പർ ഇടയിൽ ഒരു ബൈ വരുന്ന രൂപത്തിൽ എഴുതുന്ന നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 2 ഫ്രാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ അതിന് എന്താക്കണം എന്നറിയോ? എക്സ്പ്രസ് ദി പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പെർസെൻറ്റേജിലോട്ട് ആക്കി മാറ്റണം, അതിനെ ശതമാനാക്കി മാറ്റണം ഈ ഭിന്നസംഖ്യനെ. അതാണ് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. സിമ്പിൾ ആണ്. ഇങ്ങനെ ഭിന്നസംഖ്യനെ നമുക്കില്ലേ പാർട്ട് എന്ന് വിളിക്കാം, അതായത് ഭാഗം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് തന്നെ, ഫ്രാക്ഷൻ തന്നെ വിളിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഭിന്നസംഖ്യനെയാണ്, ഫ്രാക്ഷനെയാണ് പറയുന്നതെന്ന് ആലോചിക്കണം. എന്തൊക്കെ പാർട്ട് എന്ന് പറഞ്ഞാലൊക്കെ, പാർട്ട് ഭാഗം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഈ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കും, ശതമാനാക്കും. അതാണ് ചോദ്യം. ഈ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനാണ് ചോദ്യം, ഈ ഭിന്നസംഖ്യനെ ശതമാനാക്കാനാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിനെ പെർസെൻറ്റേജ് ശതമാനം ആക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ. അപ്പൊ 3/8 എന്നുള്ള ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഏത് ഫ്രാക്ഷൻ ആവട്ടെ അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി കഴിയും. അപ്പൊ 3/8 എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/8 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക? എങ്ങനെ ഒരു ഫ്രാക്ഷനെ വേറെ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി കഴിയാം? സിമ്പിൾ ആണ്. ആ ഫ്രാക്ഷന്റെ മുകളിലുള്ളതായിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 100 മൾട്ടിപ്ലൈ ചെയ്താൽ 300. എന്നിട്ട് താഴെ എന്താ ഒരു 8 ഉണ്ട്, അത് അതുപോലെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ. 3 × 100 300/8. 300/8 എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി ചെയ്താൽ 300/8. ഇതിന്റെ ഉത്തരം എന്താണ് വരിക? 300/8 ഉത്തരമായിട്ട് വരിക 300/8. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 300/8. വെട്ടിച്ചെറുതാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടിച്ചെറുതാക്കാൻ മതി. ഇനി വെട്ടിച്ചെറുതാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി മാഷ് ഇവിടെ ചെയ്ത് കാണിക്കാം കേട്ടോ. 3 ഇല്ല 30 എത്ര പ്രാവശ്യം ഉള്ളത്? 30 3 പ്രാവശ്യം. 3 24. 30 എന്താ 24, കുറച്ചാൽ ബാക്കി 6. പിന്നെ 0 ഇറക്കി ചെയ്താൽ 60. 60 എത്ര 8 ഉള്ളത്? ഒരു 8 16 24 32 40 48 56. 7 എണ്ണം ഉള്ളൂ അല്ലേ? 7 എണ്ണം. 7 എത്രയാണ്? 56 വരിക അല്ലേ? 40 56 കുറച്ചാല് ബാക്കിയൊരു 4 വരും. ഇനി എന്താ ചെയ്യാ? ഇപ്പം 4 ബാക്കി ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്കിതിനെ ബാക്കി 2 രൂപത്തിൽ ചെയ്യാം. ഇനി ഇതിനൊരു 0 എക്സ്ട്രാ കൊടുത്തിട്ട് പോയിന്റ് രൂപത്തിലായിരിക്കും മാറ്റി ചെയ്താം. അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? താഴെ ബാക്കി വന്നത് എന്താണ്? 4. അത് ആദ്യം എഴുതി കൊടുക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 8. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ബാക്കി വന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4/8 അല്ലേ? അതിന് മുമ്പിലായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം കൂടെ എഴുതുക. ഉത്തരം എന്താ? 37 ആണ്. അപ്പൊ 37 4/8 എന്നുള്ള രൂപത്തില് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടി കഴിയും. 37 4/8 പെർസെൻറ്റേജ് ആണ്. എന്ത്? 3/8 എന്നുള്ള ഫ്രാക്ഷൻ. 3/8 എന്നുള്ള ഫ്രാക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ 37 4/8 പെർസെൻറ്റേജ് ആണ്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതിനും ഇതുപോലെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7/8 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉത്തരമായിട്ട് വരിക? 7 × 100 700. താഴെ ഒരു /20 ഉണ്ട്.
700 ഡിവൈഡ് ബൈ 20 ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക? വെട്ടി ചെറുതാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടി ചെറുതാക്കാൻ വേണ്ടി കഴിയും. ഇതിന്റെ ഏറ്റവും ബാക്കുന്ന ഒരു 0 ആക്കിയാൽ മുകളിലതിന്റെയും ഏറ്റവും ബാക്കുന്ന ഒരു 0 ആക്കാം. അപ്പൊ ഇതെന്തായി? 70/2 ആയി. 70/2 ചെയ്യുന്ന ഉത്തരം കിട്ടുക 35 എന്ന് കിട്ടും. 35% 35% ആണ് 7/20 എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇതുപോലെ ഏത് ഫ്രാക്ഷനും തന്നിട്ട് അതിനെ പെർസെൻറ്റേജിലോട്ടാക്കി മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് വരും. അങ്ങനെയാണെങ്കിൽ എക്സാമിന് വരുന്ന വേറൊരു ചോദ്യം കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ആ ചോദ്യം ഇത് ഇങ്ങനെ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ തന്നിട്ട് അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനായിരുന്നു ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. പെർസെൻറ്റേജ് തന്നിട്ട് അതിന് ഫ്രാക്ഷനിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ഇവിടെ എന്താണ്? ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനായിരുന്നു ഇവിടുത്തെ ചോദ്യം അല്ലേ? ഫ്രാക്ഷൻ തന്നു അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുക. ഫ്രാക്ഷൻ തന്നാൽ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ. ഈ പെർസെൻറ്റേജ് തന്നിട്ട് അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാനാണ് ചോദ്യം ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ ചെയ്തത് അല്ലേ? ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി തിരിച്ചാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പെർസെൻറ്റേജ് ഫ്രാക്ഷനിലോട്ട് മാറ്റാനാണെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. സിമ്പിൾ. അപ്പൊ 6% എന്നുള്ളത് എത്ര ശതമാനമാണ്, എത്ര പാർട്ടാണ്? 6% എന്ന് വെച്ചാൽ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ എത്ര പാർട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷൻ എന്താണ്, ഭിന്നസംഖ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 6നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിൾ. പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഫ്രാക്ഷൻ ആയി. 6/100 ആണ് ഉത്തരം. സിമ്പിൾ. ഇത്രേ ഉള്ളൂ ഉത്തരം. അപ്പൊ ഇയാൾക്കൊരു സംശയം തോന്നും, 6/100 തന്നെയാണ് വരിക, ഇത് തന്നെയാണ് ഉത്തരം. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഫ്രാക്ഷനെ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം പറയാൻ. 6/100 എന്നുള്ള രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഏറ്റവും ചെറിയ രൂപത്തിലോട്ട് മാറ്റി എഴുതണം. 6/100 എങ്ങനെ ഏറ്റവും ചെറിയ രൂപത്തിലോട്ട് മാറ്റി എഴുതാം? സിമ്പിൾ ആണ്. മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ചെറിയ രൂപത്തിലോട്ടാവും. അപ്പോൾ പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷൻ ആയി. പക്ഷെ ഫ്രാക്ഷൻ ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം. ഫ്രാക്ഷൻ എപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. മുകളിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി മുകളിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മുകളിലെ നമ്പറിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് താഴെയും ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷൻ ചെറുതാക്കാൻ വേണ്ടി കഴിയും. പക്ഷെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുകളിലെ നമ്പറിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ നമ്പറോട് താഴെ നമ്പറിനെ ഡിവൈഡ് ചെയ്യണമല്ലോ. മുകളിലും താഴെയുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറോട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 2 ഉത്തരം കിട്ടും. പക്ഷെ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയൂല, റിമൈൻഡർ സിസ്റ്റം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ടൊപ്പം മുകളിലും താഴെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാം. മുകളിലും താഴെ 2 കൊണ്ട് ഡിവൈഡ് നോക്കാൻ വേണ്ടി പോവാണേ. മുകളിൽ 6 ആണ്, താഴെ 100 ആണ്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എന്ന് കിട്ടും. 3/50 എന്നുള്ള രൂപത്തിൽ ഇത് ചെറുതായിട്ടുണ്ട്. അപ്പൊ 6/100 നമുക്ക് പറയാം. ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻ ഇപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിലാണ് പറയേണ്ടത്. അപ്പൊ ഒന്നും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ 3/50 എന്ന് നമുക്ക് പറയാം. അപ്പൊ 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/5 ആണ് അതിന്റെ ഫ്രാക്ഷൻ. 3/5 പാർട്ടാണ് എന്ത്? 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/5 ഭാഗമാണ് 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഭാഗം, പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ ഈ രൂപത്തിലോട്ട് ഒരു ശതമാനം പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഫ്രാക്ഷൻ തന്നിട്ട് അതിന് നേരത്തെ എന്താ തന്നത്? ഇവിടെ ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനാ. ഫ്രാക്ഷൻ തന്നിട്ട് പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി പെർസെൻറ്റേജ് തന്നിട്ട് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ആവും. അതുപോലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് ആവും. ഇവിടെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കുന്നു, അപ്പുറത്ത് എന്താ പെർസെൻറ്റേജിന് ഫ്രാക്ഷൻ ആക്കണം. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പുറത്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മറക്കാതെ മാറിപ്പോവാതെ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ചെയ്യാൻ വേണ്ടി ആലോചിച്ച് വെക്കുക. ചെയ്യുന്നത് കൂടെ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചില ആൾക്കാർക്ക് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ വെട്ടി ചെറുതാക്കുന്നതൊക്കെ തീരെ അറിയില്ലായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തീരെ അറിയാത്തതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വൈകുന്നേരം ലൈവായിട്ട് തന്നെ മാഷ് എക്സാമിന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വൈകുന്നേരമുള്ള ലൈവ് ക്ലാസ്സുകൾ കണ്ടാൽ മുഴുവൻ കാര്യങ്ങൾക്ക് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം കൃത്യം എല്ലാവരും ലൈവ് ക്ലാസ്സിലോട്ട് വരിക.
വീണ്ടും ഒരു കാര്യം മാഷ് ഓർമ്മിക്കുകയാണ്, നിങ്ങളുടെ നോട്ടുകൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ആയിരിക്കും കിട്ടുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് അടുത്ത വർഷത്തെ ബാച്ചിന്റെ ലിങ്ക് കൂടെ ഉണ്ട് കേട്ടോ. അതൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത വർഷം നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ്, 7ാം ക്ലാസ്സിന്റെ USSും 7ാം ക്ലാസ് എല്ലാം കൂടെ അടങ്ങുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഫ്രീ ആയിട്ട് താഴെ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. ഈ വർഷത്തെ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഓഫർ അത് ഫില്ല് ചെയ്യുന്ന 1000 ആൾക്കാർക്ക് മാത്രമേ ഓഫറുള്ളൂ. അപ്പോൾ അതുകൂടെ ഫില്ല് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വീഡിയോസിലോട്ടൊക്കെ കാണാം കേട്ടോ. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവില്ല. ബൈ ബൈ.